അമേരിക്ക തങ്ങളുടെ ഏറ്റവും മാരകമായ ICBM അഥവാ ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലായ മിനിറ്റ് മാൻ 3 വിജയകരമായി പരീക്ഷിച്ചതോടെ ആശങ്കയും ഏറുകയാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് മിസൈൽ വിക്ഷേപിച്ചത്. യുഎസിന്റെ ഡൂംസ്ഡേ മിസൈൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകാവസാനം എന്നാണ് ഡൂംസ്ഡേ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പരീക്ഷണം വിജയകരമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഡൂംസ്ഡേ മിസൈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധത്തിന്റെ പരീക്ഷണം കേവലം ഒരു സാങ്കേതിക പരിശോധന എന്നതിലുപരി നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ US പ്രയോഗിച്ച ആറ്റം ബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഏകദേശം 10,000 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഇതിന് മണിക്കൂറിൽ 24,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ കഴിയുക. അതായത് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ മിനിറ്റ് മാൻ 3 എത്തിപ്പെടും. US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് നടത്തിയ ഈ പരീക്ഷണത്തിൽ മിസൈൽ ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്ക് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിച്ചു. GT-255 എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിക്ഷേപണം രാജ്യത്തിന്റെ ആണവ പ്രതിരോധ വ്യൂഹത്തിന്റെ കാര്യക്ഷമതയും സന്നദ്ധതയും ഉറപ്പുവരുത്തുന്നതിനായുള്ള പതിവ് വിലയിരുത്തൽ പരിപാടിയുടെ ഭാഗമാണെന്നാണ് US സ്പേസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഒരു മിസൈൽ ഉപയോഗിച്ചു തന്നെ ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ ഇതുവഴി സാധിക്കും. ഭൂമിക്കടിയിലെ സിലോ എന്നറിയപ്പെടുന്ന ബങ്കറുകളിൽ അതീവ സുരക്ഷിതമായാണ് ഇവ സൂക്ഷിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലുള്ള കൺട്രോൾ സെന്ററിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ ഒരേ സമയം പ്രത്യേകകരമായി രൂപകൽപ്പന ചെയ്ത ഒരു കീ തിരിച്ചാൽ മാത്രമേ ഇത് വിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാൾക്ക് മാത്രമായി ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുമില്ല. നിലവിൽ മൊണ്ടാന, വ്യോമിംഗ്, നോർത്ത് ഡക്കോട്ട എന്നിവിടങ്ങളിലായി ഏകദേശം 400 മിസൈലുകൾ അമേരിക്ക ഏത് നിമിഷവും വിക്ഷേപിക്കാൻ സജ്ജമായി നിർത്തിയിരിക്കുകയാണ്.